ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ സമയം തരണം, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതെ, നല്ല ഫുഡാണ് വേണ്ടതെങ്കിൽ അവർക്ക് ആവശ്യമായ സമയം കൊടുക്കണം, ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. നമുക്കില്ലാത്ത ക്ഷമയാണ്, കാത്തിരിക്കാനുള്ള മനസ്സാണ് നമുക്കില്ലാത്തത്. നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പറയുകയാണ്, നമുക്ക് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കണം. പല കാര്യങ്ങളും പലരും വിശ്വാസത്തിലൊക്കെ നിലനിൽക്കാത്തതിന് കാരണം സ്പീഡായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. ചില ആളുകളൊക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പക്ഷേ വർഷം ഇത്രയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, ഞങ്ങളത് മടുത്തുപോയി. അതുകൊണ്ട് വിശ്വാസം തണുത്തവരുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന മുടക്കിയവരുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണെന്നാണ് വചനം പറയുന്നത്. ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. പണ്ട് റോഡിലൊക്കെ ബസ്സും കാറൊക്കെ പല പല മോഡൽ ബൈക്കുകളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെന്നിരുന്നിട്ട്, അയ്യോ ആ വണ്ടി ഒന്ന് കിട്ടിയെങ്കിൽ ദൈവമേ എനിക്ക് ആ വണ്ടി ഒന്ന് തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രാർത്ഥനകൾ നമ്മുടെ കുഞ്ഞു പ്രായത്തിലെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും കിട്ടിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. തക്ക സമയത്ത്, നമുക്ക് ആവശ്യമായ സമയത്ത്, എന്നാണോ നമുക്ക് വാഹനം ആവശ്യമായ സമയത്ത് അത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന്റെ ടേസ്റ്റ് വലുതായിരുന്നു. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സകല കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. 1 വർഷം പ്രാർത്ഥിച്ചെന്ന് കരുതിയോ, 2 വർഷം പ്രാർത്ഥിച്ചെന്ന് കരുതിയോ നിങ്ങൾ മടുത്തു പോകരുത്. ചിലപ്പോൾ അത് വർഷങ്ങൾ എടുത്തുനിന്നിരിക്കാം. എന്നാൽ ദൈവത്തിനറിയാം എൻ്റെ കുഞ്ഞിന് ഇതാണ് തക്ക സമയം എന്നുള്ളത് ദൈവത്തിനറിയാം. ആ സമയത്താണ് നിന്റെ കയ്യിൽ ആ നന്മ വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. പ്രാർത്ഥിച്ചിട്ട് അയ്യോ എൻ്റെ ദൈവം തരാത്ത ദൈവമാണല്ലോ, ഒന്നും എന്നെ സഹായിക്കാത്ത ദൈവമാണല്ലോ, എന്നെ കരുതാത്ത ദൈവമാണല്ലോ, ആ ദൈവത്തോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. അങ്ങനെ പറയുകയും ചെയ്യരുത്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ സമയത്ത് ദൈവം നിന്റെ കയ്യിൽ നന്മ തരും. ദൈവം നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും. ദൈവം നിനക്ക് ആവശ്യമായ ഉപജീവന മാർഗത്തെ തുറന്നു തരും. അത് വിശ്വസിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് ബലപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അസാധാരണമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചലിക്കും. തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മധുരകരമായ നന്മകളെ ദൈവം നിങ്ങൾക്ക് നൽകും. കാത്തിരിപ്പെന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റ് വർദ്ധിപ്പിക്കുകയാണ്, ഏറ്റവും അനുഗ്രഹം വർദ്ധിപ്പിക്കുകയാണ്, അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുകയാണ്. അതെ, ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും മധുരകരമായ, ഏറ്റവും നല്ലത് ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. കാത്തിരിക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് തുറക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊരു ഭാരത്തിലാണ്, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും അടഞ്ഞുപോയി, നിങ്ങൾക്കൊരു നന്മ തുറന്നു വരുന്നില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ കരയുകയാണ്. ചില നന്മകൾ ചിലർ കൊടുക്കേണ്ടതുണ്ട്, എന്നാൽ അതിനുള്ള വഴി നിങ്ങൾക്കായിട്ടില്ല. ദൈവം നിങ്ങൾക്ക് വഴി തുറക്കും. തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വഴി തുറക്കും. കർത്താവേ, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ആ നന്മ തുറന്നു വരട്ടെ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കർത്താവെ, ഈ പ്രാർത്ഥന അവർ സ്വീകരിക്കുമ്പോൾ തന്നെ, അവർ കർത്താവ് അത് ഏറ്റെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങട്ടെ. ജീവിതത്തിൽ വലിയ വഴികൾ ഉണ്ടാകട്ടെ. ജോലികൾ മുടങ്ങിപ്പോയവർക്ക് ജോലികൾ കർത്താവ് ലഭ്യമാകട്ടെ. കുടുംബജീവിതങ്ങളിൽ കർത്താവ് എങ്ങനെ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പുതിയ വഴി കർത്താവെ തുറന്നു കൊടുക്കണം. കർത്താവെ, പുതിയ നന്മകൾ അവരുടെ മുന്നിൽ കർത്താവെ നൽകുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. സകല ഉറവകളും തുറക്കട്ടെ. അനുഗ്രഹിക്കണമേ അപ്പ. ഇവരെ മുന്നിലോട്ട് നടക്കട്ടെ. ദൈവരാജ്യത്തിനോട് നിൽക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.